അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹിദായത്തിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആരോഗ്യമാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. അള്ളാഹുവെ, ഹിദായത്ത് ഞങ്ങൾക്ക് നീ നൽകണേ. അതിനുശേഷം അള്ളാഹുവെ, നീ ആഫിയത്ത് കൊടുത്ത ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ, ആഫിയത്ത് നൽകണേ എന്ന് അള്ളാഹുവിനോട് ഞങ്ങൾ ചോദിക്കുക. കാരണം ആഫിയത്ത് ഉണ്ടെങ്കിലേ നമുക്ക് നിസ്കരിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആന്തരിക അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. വൃക്ക ആരോഗ്യകരമായി നിലനിന്നാൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യം സുസ്ഥിരമായി നിലനിൽക്കുകയുള്ളൂ. അത്തരത്തിൽ വളരെ നമ്മുടെ ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു അവയവമാണ് വൃക്ക. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് വൃക്കക്ക് പറ്റാത്തതുണ്ടാവും. അതുപോലെ കഴിക്കുന്ന സമയം ചിലപ്പോൾ വൃക്കക്ക് പറ്റാത്തതുണ്ടാവും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഉണക്കമീന്, അതുപോലെ പപ്പടം, അച്ചാറൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് ഒരു പരിധി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരു നിയന്ത്രണം അതിന് വേണ്ടതുണ്ട്. സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അമിത അളവിലുള്ള മാംസ വിഭവങ്ങളുടെ ഉപയോഗം, എന്നും അമിത അളവിലുള്ള മാംസാഹാരങ്ങൾ ഭക്ഷിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ റെഡ് മീറ്റിന്റെ ഉപയോഗം കുറക്കുക. പകരം നല്ല മത്സ്യങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ മിതമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഷുഗർ വരുന്ന ഭക്ഷണങ്ങൾ, മധുരപാനീയങ്ങൾ, കാപ്പി, ഇതെല്ലാം കുറക്കുക എന്നതൊക്കെ പ്രധാനമാണ്. അങ്ങനെ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അവയവമായ വൃക്കയെ നമുക്ക് വളരെ ആരോഗ്യദായകമായി നിർത്താൻ സാധിക്കും. നമ്മൾ പ്രവർത്തിക്കുക, ദുആ ചെയ്യുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവല് നൽകും. അല്ലാഹു നമുക്ക് ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.